ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ച് റഷ്യ. ഉക്രൈനിലെ സൈനിക നടപടിയെ ചൊല്ലിയും എണ്ണ വിൽപ്പനയെ ചൊല്ലിയും പാശ്ചാത്യ ശക്തികളുമായി ഇടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റഷ്യ പുതിയ മിസൈൽ പരീക്ഷണം നടത്തിയത്. 14,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്യൂറോവെസ്റ്റ്നിക് മിസൈലാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത്. റഷ്യൻ സൈനിക ജനറൽ വലേറി ജെറോസിമോവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൈനിക വേഷത്തിലാണ് വ്ളാദിമിർ പുടിൻ പ്രത്യക്ഷപ്പെട്ടത്. ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത ആയുധമാണിതെന്ന് പുടിൻ പറഞ്ഞു. ശക്തിയേറിയ ആണവ മിസൈൽ 15 മണിക്കൂറോളം വായുവിൽ പറക്കാൻ ശേഷിയുള്ളതാണെന്ന് വലേറി ജെറോസിമോവ് പുടിനെ അറിയിച്ചു. ഏതൊരു പ്രതിരോധത്തെയും മറികടക്കാൻ ശേഷിയുള്ളതാണ് ബ്യൂറോവെസ്റ്റ്നിക് മിസൈൽ എന്ന് റഷ്യ അവകാശപ്പെട്ടു. ഉക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനായി അമേരിക്ക റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടൊമാഹോക്ക് മിസൈലുകൾ ഉക്രൈന് കൈമാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടി കൂടിയായാണ് വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ പരിധിയിൽ വരുന്ന ആണവ മിസൈൽ റഷ്യ പരീക്ഷിച്ചിരിക്കുന്നത്. ദിവസങ്ങളുടെ മാത്രം ഇടവേളയ്ക്കൊടുവിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 25 ഭീകരരെ വധിച്ചതായും തങ്ങളുടെ 5 സൈനികർ കൊല്ലപ്പെട്ടതായും പാക് സൈന്യം അറിയിച്ചു. സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഇസ്താംബുളിൽ സമാധാന ചർച്ച നടക്കുന്നതിനിടെയാണ് വീണ്ടും ഏറ്റുമുട്ടൽ. സമാധാന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഭീഷണി ഉയർത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഭീകരർ തങ്ങളുടെ ഖുറാം, വടക്കൻ വസീരിസ്ഥാൻ ജില്ലകളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പാക് സൈന്യം പറയുന്നു. സ്വന്തം മണ്ണിൽ നിന്ന് ഭീകരവാദം ഇല്ലാതാക്കുമെന്ന അഫ്ഗാൻ സർക്കാരിന്റെ വാദങ്ങളിൽ സംശയമുണർത്തുന്നതാണ് നുഴഞ്ഞുകയറ്റമെന്നും പാകിസ്ഥാൻ സൈന്യം ആരോപിക്കുന്നു. അതേസമയം പാക് ആരോപണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പ്രതികരിച്ചിട്ടില്ല. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലെ സഹകരണം ഉൾപ്പെടെയുള്ള സുപ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ താലിബാൻ യുക്തിരഹിതമായ നിലപാട് സ്വീകരിക്കുന്നതായി പാകിസ്ഥാൻ. ഇതോടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വഴിമുട്ടിയതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് സഹായിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള 2ാം ഘട്ട ചർച്ചകൾ തുർക്കിയിൽ നടക്കുകയാണ്. ഭീകരവാദത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധമെന്ന മാർഗം മുന്നിലുണ്ടെന്ന് പാകിസ്ഥാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിൽ നിരവധി സൈനികരാണ് ഇരുപക്ഷത്തും മരിച്ചത്. ഒക്ടോബർ 19-ന് ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ ഉണ്ടായത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം നിയന്ത്രിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇതിനായി ഇരു രാജ്യങ്ങളും സംയുക്തമായി അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ചർച്ച ചെയ്യാനാണ് നീക്കങ്ങൾ നടന്നത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ധാരണയിലെത്താനാണ് തുർക്കിയുടെ മധ്യസ്ഥതയിലുള്ള ശ്രമം. അതിർത്തി തർക്കങ്ങൾ സംബന്ധിച്ച് തുർക്കിയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ തീരുമാനമായില്ല എങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വീണ്ടും രംഗത്തെത്തി. ഇന്നോ നാളെയോ ചർച്ചകളുടെ ഫലം അറിയാമെന്നും വ്യക്തമായിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്ന മധ്യ ഗാസയിലെ ഒരു വ്യക്തിക്ക് നേരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്തിയതായി അറിയിച്ച ഇസ്രായേൽ സൈന്യം ഇസ്ലാമിക് ജിഹാദിലെ ഒരു അംഗത്തെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അതേസമയം പലസ്തീൻ തീവ്രവാദ സംഘടന ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ നഗരപ്രദേശമായ ഗാസ സിറ്റിയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേലി ടാങ്കുകൾ ഷെല്ലാക്രമണം നടത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഡ്രോൺ ഒരു കാറിൽ ഇടിച്ച് അഗ്നിഗോളമായി മാറുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. എന്നാൽ ആക്രമണത്തിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നിരവധി തവണ ഇരുപക്ഷവും പരസ്പരം വെടിനിർത്തൽ ലംഘിച്ചതായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തട്ടിക്കൊണ്ടുപോയ എല്ലാ ബന്ദികളെയും തിരികെ നൽകുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും 18 പേരുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും തിരികെ നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിരൂക്ഷമായി തുടരുന്ന വ്യാപാര തർക്കം തീർത്ത് അമേരിക്കയും ചൈനയും കരാറിന് തൊട്ടരികിൽ. തർക്കങ്ങളിൽ മഞ്ഞുരുകിയെന്നും പരസ്പര ധാരണയായി എന്നും ചർച്ചകളിൽ ചൈനയുടെ പ്രതിനിധിയായ ലീ ചെങ്യാങ് ആസിയാൻ ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. തർക്ക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ധാരണയായെന്നാണ് ചെങ്കാങ് അറിയിച്ചത്. കരാറിന് വഴിയൊരുക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. സമീപഭാവിയിൽ ചൈന സന്ദർശിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് US-ൽ വാഷിംഗ്ടണിലോ ഫ്ലോറിഡയിലെ തന്റെ സ്വകാര്യ വസതിയിലോ സന്ദർശനം നടത്തുമെന്നും വ്യക്തമാക്കി. ചൈനയ്ക്ക് മേൽ US ചുമത്തിയ 100% തീരുവ ഒഴിവാക്കുമെന്നും US-ൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി ചൈന പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഈ ആഴ്ച ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന
നടക്കുന്ന ഒപെക് ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയേക്കും. സാങ്കേതിക മേഖലയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത അപൂർവ ധാതു കയറ്റുമതിയിലുള്ള നിയന്ത്രണം ചൈന ഒരു വർഷത്തേക്ക് മരവിപ്പിച്ചേക്കും. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി വസ്തുക്കൾക്ക് ട്രംപ് 100% അധിക തീരുവ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര ബന്ധം പാടെ ഉലഞ്ഞതോടെയാണ് അനുരഞ്ജന ചർച്ചകൾ തുടങ്ങിയത്. അമേരിക്കൻ ഗവൺമെന്റ് ഷട്ട്ഡൌൺ തുടരുന്ന പശ്ചാത്തലത്തിൽ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ ക്ഷാമം വിമാനത്താവളത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നതിലെ കടുത്ത സമ്മർദ്ദമാണ് കൺട്രോളർമാർ കൂട്ടത്തോടെ അവധിയെടുക്കാൻ കാരണം. ഇതിനു പുറമെ ഷട്ട്ഡൌണിന് മുൻപ് തന്നെ രാജ്യത്തെ വ്യോമയാന സംവിധാനം കൺട്രോളർമാരുടെ ക്ഷാമം നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും പേരുടെ അഭാവം പോലും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയാണ്. ന്യൂയോർക്കിലെ ലാഗ്വാഡിയ, ന്യൂജേഴ്സിയിലെ ന്യൂവാർക്ക്, വാഷിംഗ്ടൺ DC-യിലെ റീഗൻ നാഷണൽ, കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസ് ഇന്റർനാഷണൽ, ഹൂസ്റ്റൺ തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിൽ ഇതിനോടകം തന്നെ കാര്യമായ കാലതാമസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതും വേഗത നിയന്ത്രിക്കുന്നതുമാണ് കാലതാമസത്തിന് പ്രധാന കാരണം. ഷട്ട്ഡൌൺ നീളുകയും എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ സ്ഥിതി കൂടുതൽ മോശമായേക്കുമെന്നാണ് സൂചന. സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനാൽ യാത്രാ തടസ്സങ്ങൾ ഇനിയും രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള തന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ താൽപര്യമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്ക് കിമ്മുമായി മികച്ച ബന്ധമുണ്ട് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 2019 ഉത്തര കൊറിയൻ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചിരുന്നു. മുൻപ് 3 തവണ ഇരുവരും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും ആണവായുധ നിരായുധീകരണ പദ്ധതിയിൽ ധാരണയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഉത്തര കൊറിയ പലതവണ ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം ആണവായുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള അമേരിക്കയുടെ അസംബന്ധമായ ആവശ്യം നിർത്തിയാൽ ട്രംപിനെ വീണ്ടും കാണാൻ തയ്യാറാണെന്ന് കിം ജോങ് ഉൻ കഴിഞ്ഞ മാസം സൂചിപ്പിച്ചിരുന്നു. അതേസമയം ട്രംപിന്റെ ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച ട്രംപിന്റെ നിലവിലെ യാത്രാക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉത്തര കൊറിയയുമായി അതിർത്തി പങ്കിടുന്ന ചൈനയിലെ ലിജിൻ പ്രവിശ്യയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാദേശിക സമയം വൈകുന്നേരം ഹുൻജും എന്ന ചൈനീസ് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചാണ് ഭൂചലനം ഉണ്ടായത്. ബിജിൻ പ്രവിശ്യയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം 560 കിലോമീറ്റർ ആഴത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഭൂചലനം അതിശക്തമായിരുന്നുവെങ്കിലും പ്രഭവ കേന്ദ്രത്തിന് വലിയ ആഴമുണ്ടായിരുന്നതിനാൽ ഉപരിതലത്തിൽ വലിയ പ്രകമ്പനം അനുഭവപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. വടക്കുകിഴക്കൻ ചൈനയിലെ പ്രധാന പ്രവിശ്യകളിലൊന്നാണ് ലിജിൻ. അതിർത്തി പ്രദേശം എന്ന നിലയിൽ ഈ പ്രദേശം അതീവ പ്രാധാന്യമുള്ളതാണ്. പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് വിലയേറിയ ആഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചാൾസ് ഡീഗലെ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇവരിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് പാരീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു. പ്രതികളിൽ ഒരാൾ അൾജീരിയയിലേക്കും മറ്റൊരാൾ മാലിയിലേക്കും പോകാൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് പവർ ടൂളുകൾ ഉപയോഗിച്ച് 4 കള്ളന്മാർ കെട്ടിടം തകർത്ത് അകത്ത് കടക്കുകയും ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഈ മ്യൂസിയത്തിൽ നിന്ന് ആഭരണങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തത്. ഈ സംഭവത്തോടെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പരാജയപ്പെട്ടെന്ന് ഫ്രാൻസിന്റെ നീതിന്യായ മന്ത്രി സമ്മതിക്കുകയുണ്ടായി. ഇത് രാജ്യത്തിന് വലിയ നാണക്കേടാവുകയും ചെയ്തിരുന്നു.